റോഹിത്, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണകാലത്ത് മാളത്തിൽ ഒളിച്ചിരുന്ന സമുദായ നേതാക്കളെല്ലാം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നലെ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ അഭിപ്രായം പറയേണ്ടെന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറയാനുള്ള അധികാരം സുകുമാരൻ നായർക്ക് എന്താണുള്ളത്? സുകുമാരൻ നായർക്ക് ഒരു സിമ്പിൾ ചോദ്യം. സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ ഒരു പ്രമുഖമായ സമുദായ സംഘടനയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ കരയോഗത്തിന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ നിയമിക്കാൻ മറ്റാരെങ്കിലും ഇടപെടാൻ സമ്മതിക്കും? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇടപെടാൻ സമ്മതിക്കും? അദ്ദേഹത്തിന് ഇത് പറയാൻ യാതൊരു അവകാശവുമില്ല. രാഷ്ട്രീയം വേറെ, സമുദായം വേറെ. അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു അഭിപ്രായം ഇപ്പൊ പറയുന്നതിന്റെ കാര്യം എന്താണ്? ഒരു വോട്ടർ എന്നുള്ള നിലയിൽ പറയാം, പക്ഷെ ഒരു സമുദായത്തിന്റെ കെയറോഫിൽ നിന്നുകൊണ്ട് ഇത് പറയാൻ എന്ത് അവകാശം? കേരളത്തിലെ കോൺഗ്രസിന്റെ മുന്നണിയിൽ നിൽക്കുന്ന കഴിഞ്ഞ 50-60 വർഷമായിട്ട് കോൺഗ്രസ് മുന്നണിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പ്രത്യേകിച്ചും 1967 മുതൽ അവര് ഈ മുന്നണിയോടൊപ്പം തന്നെ നിൽക്കുന്ന പാർട്ടി. 70 മുതൽ ഈ മുന്നണിക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. അവരെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട സാഹചര്യം എന്തുവാണ്? കോൺഗ്രസിന്റെ പിന്നെ ഭരണപരമായ കാര്യങ്ങളിൽ അല്ലെ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു. ഘടകകക്ഷി എന്നുള്ള നിലയിൽ അവരോട് അഭിപ്രായം ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള ബാധ്യത, അല്ലെങ്കിൽ അവർക്ക് പറയാം. അവരോട് ഉൾപ്പെട്ടതാണ് മുന്നണി, അവരോട് ഉൾപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത്. പക്ഷെ ലീഗ് എപ്പോഴും മാന്യത കാണിച്ചു, ചോദിച്ചപ്പോൾ മാത്രമാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറയാം, അതൊരു മുന്നണി സംവിധാനത്തിന്റെ ഏറ്റവും മാന്യമായ ഒരു ക്രമമാണ്. അതായത് മുന്നണി മര്യാദ എന്നാണ് അതിന് പറയുന്നത്. ആ മര്യാദക്കകത്ത് നിന്നുകൊണ്ടാണ് അവർ സംസാരിച്ചത്. അവര് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ അവർ ഇടപെടാറില്ല. കേരളത്തിലെ അതായത് മുന്നണി സംവിധാനത്തിലെ ഏറ്റവും വലിയ നല്ല ഗുണം അതാണ്. അതായത് പരസ്പരം മറ്റ് ഈ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാതെ ചോദിച്ചാൽ പറയും. കോൺഗ്രസ് അങ്ങനെ അവരുടെ ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിക്കുന്ന പതിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ചോദിച്ചത്. പിന്നെ കേരളത്തിലുണ്ടായ ഒരു പ്രത്യേക ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്? കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് വർഗീയതയ്ക്കെതിരായിട്ട് ഉള്ള ഒരു മുന്നേറ്റമായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം നയിച്ചത്. അതിന് നായക സ്ഥാനത്ത് നിന്നത് വി ഡി സതീശനാണ് വർഗീയതയ്ക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ വോട്ട് തേടുന്നു എന്നുള്ളൊരു മുദ്രാവാക്യം മുറക്കിയത്. അതിനനുകൂലമായിട്ടാണ് കേരളത്തിലെ സ്ത്രീകള്, പുരുഷന്മാര്, കുട്ടികള്, ചെറുപ്പക്കാര്, യുവതികള്, യുവാക്കര് എല്ലാവരും അങ്ങനെയാണ് അതിനനുകൂലമായിട്ടൊരു നിലപാടാണ്. കേരളത്തിലെ ജനങ്ങൾ വികസനത്തെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ കിടന്ന് പുകിലുണ്ടാക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ സമാധാനപരമായി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് അവരങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് യാതൊരു തരത്തിലുള്ള CPM-ന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ ഇതുപോലെ ചെല്ലുവോ? അല്ലെങ്കിൽ CPI-യുടെ കാര്യത്തിൽ ചെല്ലുവോ? ഒന്നുമില്ല. ഇത് വെറുതെ കോൺഗ്രസ്സുകാർ തന്നെ കുത്തി ഇളക്കി വിട്ടതാണ്. ഈ സമുദായ നേതാവിനെ കുത്തി ഇളക്കി വിട്ടിട്ട് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ അഭിപ്രായം പറയിപ്പിക്കാൻ ഇറങ്ങാണ്. അതെന്താ കാര്യം? എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ? എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു അഭിപ്രായമായിട്ട് വന്നിരിക്കുന്നത്? അദ്ദേഹത്തിനോട് ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. ലീഗ് പറയുന്നു. ലീഗിന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ലീഗിന് കേരളത്തിൽ ഏതാണ്ട് 20 കേരളത്തിലെ അവരുടെ പ്രത്യേക ജില്ലകളിൽ മലബാറിൽ അവർക്കൊരു 10-13% വോട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം. അതുകൂടെ UDF-ന്റെയും കോൺഗ്രസിന്റെയും ഗുണത്തിന് ഭവിച്ച കാര്യങ്ങളാണ്, ഇല്ലേ? അവരുടെ വോട്ടുകൂടെ നേടിയാണ് മലബാറിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ ജയിച്ചു വന്നിരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം വിട്ടുവീഴ്ചയുടെ ഭാഗമാണ്, അല്ലേ? ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വോട്ട് ചോദിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് ഇത്രയും പേര് ജയിച്ചു വരുന്നു, ഇല്ലേ? ലീഗ് ഇല്ലാതെ കോൺഗ്രസിന് 102 സീറ്റ് കിട്ടുമോ ഈ മുന്നണിക്ക്? ഇല്ലല്ലോ. കോൺഗ്രസിന് 63 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. ആ മലബാർ ഏരിയയിൽ 10-20 പേരാണ് ജയിച്ചു വന്നിരിക്കുന്നത്. അവരൊക്കെ എങ്ങനെയാണ് ജയിച്ചു വന്നിരിക്കുന്നത്? കോൺഗ്രസിന്റെ വോട്ട് മാത്രം വാങ്ങിച്ചില്ല, ലീഗിന്റെ വോട്ടും ഒക്കെ കിട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ സുകുമാരൻ നായർ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന അവർക്ക് ഇടപെടാനുള്ള എല്ലാ അവകാശമുണ്ട്. കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളിൽ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ വരുന്നൊരു പാർട്ടിയാണ്. അവർക്ക് അതിനുള്ള ജനപിന്തുണയുണ്ട്, അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. കേരളത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന പാർട്ടിയാണ്. മതേതര നിലപാടുകളിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത ഒരു പാർട്ടിയാണ്. അവർ CPM-ന്റെ കൂടെ ഒപ്പം നിന്നിട്ടുണ്ട്, കോൺഗ്രസിന്റെ കൂടെ ഒപ്പം നിന്നിട്ടുണ്ട്. കേരളത്തിലെ മതേതര നിലപാടുകൾക്കെതിരായിട്ട് അവർ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് അവർ മുന്നോട്ട് പോയിട്ടില്ല. ഏറ്റവും സജീവമായ രീതിയിൽ മതേതര നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ വലിയ തത്വം പറയുന്നുണ്ടല്ലോ, ഇടപെടാൻ മുസ്ലിം ലീഗ് ഇടപെട്ടത് തെറ്റായി പോകുന്നു. ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ഹിന്ദുക്കളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോഴൊക്കെ ഈ സമുദായ നേതാക്കന്മാർ ഈ ഹിന്ദു സമുദായ നേതാക്കന്മാരെന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും എവിടെയായിരുന്നു? കേരളത്തിൽ ഏറ്റവും വലിയ മോഷണം നടന്നതാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചുകൊണ്ടുപോയി. ഈ സുകുമാരൻ നായർ എന്താണ് മിണ്ടാതിരിക്കുവാണ്? അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്
മറ്റു പല സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ സുകുമാരൻ നായരുടെ ഏറ്റവും അടുത്ത ഒരാളെയാണ് ആ മോഷണ കേസിൽ പിടിച്ച മുരാരി ബാബു. NSSന്റെ പ്രാദേശിക ലെവലിലുള്ള ഒരു നേതാവാണ് അദ്ദേഹം. എന്താ മിണ്ടാതിരുന്നത്? ഇങ്ങനെ ഒരു കള്ളനെ കൂടെ 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 കൊണ്ട് നടക്കുമ്പോൾ ആലോചിക്കേണ്ടതല്ലേ. പിന്നെ ഈ കേസ് അന്വേഷണം എങ്ങും എത്താതിരിക്കുകയാണ്. ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിലെ സ്വർണം കാണാതെ പോയതിന് തിരിച്ചെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറ്റവാളികളെ വേണ്ട രീതിയിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം നിൽക്കുക. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ചില മന്ത്രിമാരുടെ റോളിനെ കുറിച്ച് കൃത്യമായി അന്വേഷിച്ചില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു സർക്കാർ പൊറുതിമുട്ടി നിൽക്കുമ്പോൾ ഹിന്ദു സംഘടനയുടെ നേതാക്കന്മാരായി ചമഞ്ഞെനിക്ക് രണ്ടെണ്ണവും മിണ്ടിയിട്ടില്ല. ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഓരോ തത്വവും പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. അല്ല, ഈ സ്ത്രീ പ്രവേശന സമയത്ത് ആദ്യം തെരുവിലിറങ്ങി നാമജപ ഘോഷയാത്ര നടത്തിയ NSS ആയിരുന്നു. ആ NSS ആണ് ഇപ്പൊ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് ഒരു അക്ഷരം മിണ്ടാത്തത്. അതൊക്കെയാണ് സംശയത്തിലുണ്ട്. എന്തുകൊണ്ടാണ് സുകുമാരൻ നായർക്ക് ഇത്രയും വലിയ ഹിന്ദു സ്നേഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഗുരുതരമായ പ്രശ്നത്തിന് പേരിൽ മിണ്ടാതിരിക്കുന്നത്? ഇത് UDFന്റെ കാലത്താണ് ഇങ്ങനെ നടന്നെങ്കിൽ സുകുമാരൻ നായർ വെച്ചേക്കോ? കാലത്തും പോയിട്ട് പത്രസമ്മേളനം നടത്തൂലേ? സുകുമാരൻ നായർ എന്തുകൊണ്ടാണ്, സുകുമാരൻ നായരുടെ കഴുത്തിന് ആരാണ് പിടിച്ചത് ഈ കാര്യത്തിൽ? അയ്യപ്പന്റെ ക്ഷേത്രത്തിലെ സ്വർണം അടിച്ചുകൊണ്ട് പോയവർക്കെതിരെ സംസാരിക്കുന്നതിന് ആരാണ് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് സുകുമാരൻ നായർ ഇപ്പോഴും മിണ്ടാത്തത്? ഈ സർക്കാർ, പുതിയ സർക്കാർ ചാർജ് എടുത്തിട്ട് ഇപ്പോഴും പിണറായി വിജയനാണ് സാങ്കേതികമായി കേരളത്തിലെ മുഖ്യമന്ത്രി. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചോദ്യം ചോദിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് അന്വേഷിച്ചില്ലെന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ NSS അവിടെ ആ സമുദായത്തിന് വേണ്ടി എന്തുവാണ് ചെയ്യുന്നത്? കേരളത്തിലെ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആ സമുദായത്തിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്തിനാണ് മുസ്ലിം ലീഗിനെ നെഞ്ചത്ത് കയറാൻ? മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ജനപ്രാതിനിധ്യം അനുസരിച്ച് ആ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്കിവിടെ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് നേടാനും ഭരണത്തിൽ പങ്കാളികളാകാനും പ്രതിപക്ഷത്തിരിക്കാനും ഉള്ള എല്ലാ അവകാശമുണ്ട്. നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ കഴിയുമോ? അവരവരുടെ മുന്നണിയിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രി അഥവാ നിർദ്ദേശിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിലെന്താ തെറ്റ്? അവര് ഓട് പൊളിച്ചോ വലിഞ്ഞു കയറി വന്നവരോ ഗേറ്റ് തുറന്ന് ഇടിച്ചു പൊളിച്ചിട്ട് കയറി വന്നവരോ അല്ലല്ലോ. അവര് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നിരിക്കുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിലെ UDFന് 1 കോടി വോട്ടാണ് കിട്ടുക. അതിനകത്ത് ഒരു 30-35% വോട്ട് അവരുടേതാണ്. അത് ആർക്കും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. കോൺഗ്രസ് അത് നിഷേധിച്ചിട്ടില്ലല്ലോ. അപ്പം പിന്നെ എന്തിനാണ് സുകുമാരൻ നായർ ഇതിനകത്ത് കയറി അഭിപ്രായം പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ എന്തിനാണ് മുഖ്യമന്ത്രിയെ ആര് തെരഞ്ഞെടുക്കുക എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായർക്കോ അല്ലെങ്കിൽ കേരളത്തിലെ മെത്രാമാർക്കോ മുക്രിക്കോ മൗലവിക്കോ ഒന്നും ജനങ്ങൾ ആ അവകാശം കൊടുത്തിട്ടില്ല. ജനങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ല, ഇന്നലെ വൈകുന്നേരത്തോടെയുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ VD സതീശന്റെ മുന്നിൽ വലിയ രീതിയിലുള്ള പ്രവർത്തകർ ഒഴുകിയെത്തുന്നു, VD സതീശന്റെ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു എന്നുള്ളൊരു സൂചന വന്നപ്പോഴാണ് പെട്ടെന്ന് സുകുമാരൻ നായർ അവതരിച്ചതും പൊട്ടിത്തെറിച്ചതും. അപ്പൊ അതിന് പിന്നിൽ വലിയ ലക്ഷ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുകുമാരൻ നായരുടെ മുമ്പിലോ അല്ലെങ്കിൽ കേരളത്തിലെ മെത്രാന്മാരുടെ മുമ്പിലോ സമുദായ നേതാക്കന്മാരുടെ മുമ്പിലോ നടുവ് വളഞ്ഞു നിൽക്കാത്ത ഒരു മനുഷ്യനാണ് VD സതീശൻ. അപ്പൊ VD സതീശന്റെ പേര് സജീവമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പം മുതലാണ് സമുദായ നേതാക്കന്മാർക്ക് കുരുപൊട്ടി തുടങ്ങിയത്. അതുകൊണ്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. സതീശൻ ഇവരുടെ ഒന്നും തൊഴുത്തിൽ കെട്ടിരിക്കുന്ന പശുവല്ല. സതീശനെ അഴിച്ചു വിട്ടിരിക്കുകയെന്നൊക്കെയായിരുന്നു സുകുമാരൻ നായർ പറഞ്ഞത്. സതീശൻ അത്തരത്തിൽ ഒരു വർഗീയതയ്ക്കും സമുദായ ശക്തികളുടെ നിലപാടുകൾക്കുമെതിരെ എല്ലാ കാലത്തും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. അതിനകത്ത് നഷ്ടങ്ങൾ കൂടുതലുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും എത്താതിരുന്നത്. കാരണം ഇവരുടെ ഒന്നും താളത്തിനനുസരിച്ച് തുള്ളാത്തൊരു രാഷ്ട്രീയ നേതാവാണ്. കോൺഗ്രസ്സുകാർക്ക് പലർക്കും സമുദായ നേതാക്കന്മാർ ഇതൊക്കെ പറയുമ്പോൾ മുട്ടു വിറയ്ക്കും. സതീശൻ അത് മുട്ടു വിറയ്ക്കാറില്ല. കാരണം നല്ലൊരു നട്ടലുണ്ട്, വളയാത്തൊരു നട്ടലുള്ളതുകൊണ്ടാണ് സതീശൻ ഇവരുടെ ഒന്നും മുമ്പ് പോയി വളഞ്ഞു നിൽക്കാത്തത്. അതാണ് സതീശനുള്ള അയോഗ്യത. യോഗ്യതയും അത് തന്നെയാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ സതീശൻ ഈ വർഗീയതയ്ക്കെതിരായിട്ട് സ്വീകരിച്ച ഒരു നിലപാടിന് അനുകൂലമായിട്ടാണ് ഈ വോട്ട് ചെയ്തേക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവേകമാണ് കേരളത്തിലെ സമുദായ നേതാക്കന്മാരില്ലാത്ത. നമ്മുടെ ഈ തലമുറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പുറകെ വരുന്ന യുവാക്കൾ, അവർ വർഗീയതയിലും ഇതുപോലെ സമുദായ നേതാക്കന്മാരുടെ വിരട്ടലിലും വീഴുന്ന ഒരു ജനതയല്ല. അവർക്ക് ആവശ്യം ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവണമെന്നുള്ളതാണ്. വർഗീയത വിഷം തുപ്പുന്ന ശക്തികളിൽ നിന്ന് മാറി നിൽക്കാനാണ് ആ ചെറുപ്പക്കാർ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ സമൂഹം മര്യാദയ്ക്ക് നടന്നു പോകണമെന്ന് താല്പര്യമില്ലാത്തവരാണ് ഈ ജാതിയുടെയും മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കലാപങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സുകുമാരൻ നായർ എന്തുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന്റെ സമുദായത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലൊന്നും മിണ്ടുന്നില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, മുസ്ലിം ലീഗ് ഈ ഒരു ദേശവിരുദ്ധ പാർട്ടിയെ എന്തെങ്കിലും തരത്തിൽ ദേശവിരുദ്ധ പരിപാടികൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഈ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ആ പ്രദേശത്തുണ്ടായ ദുരന്തത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതിന് മുമ്പ്
ജാതി മതം ഒന്നും നോക്കാതെ 50 വീടുകളാണ് അവരവിടെ നിർമ്മിച്ചു നൽകിയത്. അതിനകത്ത് നിങ്ങൾ ഓരോ ജാതിയുടെ എണ്ണം എടുക്കുക. അതിനകത്ത് ഭൂരിപക്ഷം 50 പേരിൽ ഭൂരിപക്ഷം കുടുംബാംഗങ്ങളും ഹിന്ദുക്കളാണ്. അവർക്കാണ് അവർ ആ വീട് വെച്ച് നൽകിയത്. അവരെ അങ്ങനെ ഒരു സമുദായ ഒരു വേർതിരിവിന്റെ അടിസ്ഥാനത്തിൽ ആലോചിക്കുന്ന ഒരു പാർട്ടിയല്ലത്. അവരത് കൃത്യമായ രീതിയിൽ കേരളത്തിൽ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹമാണ് അവരുടേത്. അപ്പൊ അവരിവിടുത്തെ നമ്മുടെ വികസനത്തിനോ അല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന നിയമ സംവിധാനങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരല്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം കൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്നത്? മുസ്ലിം ലീഗിന് എന്തോ? മുസ്ലിം ലീഗ് ഒരു പാർട്ടിയാണ്, അത് മനസ്സിലാക്കണം. സുകുമാരൻ നായർ ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ്. നമ്മൾ സുകുമാരൻ നായർ ഓരോ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ കണ്ടതല്ലേ. NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗമായ ഗണേശനുമായി ഉൾപ്പെട്ട എന്തെല്ലാം വിവാദങ്ങൾ വന്നു, അതേക്കുറിച്ച് മിണ്ടിയിട്ടുണ്ടോ? അയാൾക്ക് പിന്നെ LDF മന്ത്രിയായിരുന്നു, അയാൾക്കെതിരെ സദാചാര കുറ്റം, മറ്റ് ദോഷങ്ങൾ ഇതൊക്കെ വന്നു, മിണ്ടിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊരു നിലപാടില്ലല്ലോ? പിന്നെന്തിനാണ് മുസ്ലിം ലീഗിന്റെ നെഞ്ചത്ത് കയറാൻ പോകുന്നത്? അപ്പൊ അതാണ് സുകുമാരൻ നായരുടെ മനസ്സിലെ വർഗീയ വിഷമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അല്ല, ഇതിപ്പോ അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ലീഗിനെ പറഞ്ഞാലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ പറഞ്ഞാലോ കോൺഗ്രസിൽ നിന്നൊരു മറുപടിയോ അതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെയാണ് ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർക്ക് ഈ സമുദായ നേതാക്കന്മാരെ കാണുമ്പോൾ മുട്ടിടിക്കുകയും പിന്നെ എന്താ പറയുക, അടിവസ്ത്രത്തിൽ മൂത്രം ഒഴിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ സമുദായ സമുദായ നേതാക്കന്മാർ പറഞ്ഞിട്ടല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യും. വെള്ളാപ്പള്ളി നടേശൻ എന്തുവാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്? രാവിലെ വൈകുന്നേരം LDF BJPക്ക് അനുകൂലമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് പിന്നെ സമുദായങ്ങളായാലും അദ്ദേഹം പറഞ്ഞത് കേട്ടോ? കേരളത്തിലെ ഒരു സമുദായ നേതാവിനും, ഒരു മെത്രാനോ ഒരു NSSന്റെ നേതാവിനോ SNDPയുടെ നേതാവിനോ ഒന്നും കേരളത്തിലെ ജനങ്ങളെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള യാതൊരു ശക്തിയുമില്ല. ഇവരാരും പറയുന്നത് കേട്ടിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചുമ്മാ ഈ കോൺഗ്രസിലെ ഈ മണ്ടന്മാരായ നേതാക്കന്മാരാണ് പോയി ഇവരുടെ കാലേ പോയി തൊട്ട് നമസ്കരിച്ചിരിക്കുന്നത്. ഇവർ വിചാരിച്ചാൽ വോട്ട് ഉണ്ടാവത്തില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. മണിയടിച്ചാൽ ആളിനെ കൂട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതിലൊന്നും ആരും വീഴത്തൊന്നുമില്ല. അങ്ങനാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാർട്ടികൾ എതിർത്തിരുന്ന ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർ എത്ര പ്രാവശ്യം ഇപ്പൊ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ? അപ്പൊ ഈ സമുദായ നേതാക്കന്മാരുടെ തുള്ളൽ കേട്ടിട്ടാണോ ആൾക്കാർ തീരുമാനിക്കുന്നത്? ഇപ്പൊ തന്നെ ഈ 2 പ്രമുഖ സമുദായ നേതാക്കന്മാർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെ നിന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പൊ അതിലൊന്നും ഒരു കാര്യം ഇവര് ഇങ്ങനെ വെറുതെ കുണ്ടികുലുക്കം പക്ഷിയെ പോലെ പാടത്തിരുന്ന് കുലുക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതങ്ങനെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇവരുടെ പറയുന്ന കേട്ടൊന്നും ആരും തുള്ളാനേ പോകത്തില്ല.